അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഫ്രൈഡേ ഒക്കെ അല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ വേണ്ടതെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണി ആട്ടോ ഉണ്ടാക്കുന്നത്. അതിന് ആദ്യം തന്നെ നെയ്ച്ചോറാട്ടോ ഉണ്ടാക്കുന്നത്. ചിലവർ തിളപ്പിച്ച് ഊറ്റിയിട്ട് വെക്കും, ഞങ്ങൾ നെയ്ച്ചോറ് വെച്ചിട്ടാട്ടോ ബിരിയാണി വെക്കണം. ഞാൻ ഇവിടെ നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഒന്നും പറയണില്ല കേട്ടോ. ഞങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാട്ടോ ബിരിയാണി വെക്കണം. അതിന് തന്നെ ചിക്കന് മഞ്ഞളും ഉപ്പും മുളകും ഇട്ടിട്ട് മസാല തേച്ച് വെച്ചതാണ് കേട്ടോ. നമുക്കൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി വെക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഫ്രൈ ചെയ്യാതെ വെക്കുമ്പോൾ ഒരു പച്ച ചൊവയാണ്, ചിക്കനൊക്കെ പിന്നെ ഉടഞ്ഞു പോവും ചെയ്യും കേട്ടോ. ഫ്രൈ ചെയ്യുമ്പോൾ ചിക്കൻ ഉടഞ്ഞൊന്നും പോവില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ഫ്രൈ ചെയ്ത് ബിരിയാണി വെക്കണത്. അല്ലെങ്കിലും ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് തന്നെ കഴിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറി വെച്ചാൽ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഈ തട്ടിക്കൂട്ടി ബിരിയാണി ഉണ്ടാക്കാൻ റീസൺ എന്താണെന്നറിയോ? സാധനമൊക്കെ കിട്ടാൻ തന്നെ നന്നായിട്ട് ലേറ്റ് ആയിരുന്നു. 12 മണിയായിരുന്നു സാധനമൊക്കെ കിട്ടിയത്. നമുക്കൊരു കുടുക്ക അടുപ്പത്ത് വെക്കട്ടോ. കുടുക്കയിലാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കണത്. കുടുക്കൊക്കെ നന്നായിട്ട് ചൂടായതിനു ശേഷം ഞങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ഓയിലില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. ആ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കട്ടോ. ഞങ്ങളിവിടെ 2 കിലോ റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കിലോ സവാളയാണ് കേട്ടത്. സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് സവാള നന്നായിട്ട് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞങ്ങളിവിടെ ഒരു 4 വലിയ തക്കാളിയാണ് ഇട്ട് കൊടുത്തത്. തക്കാളി ഒരുപാട് ഇട്ടാൽ മസാലയ്ക്കൊരു പുളിപ്പേക്കാറ് കേട്ടോ. നമുക്കിതിലേക്ക് പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ പേസ്റ്റ് ചെയ്ത് വെച്ചതാണ്, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒക്കെ ഒരുമിച്ചാണ് കേട്ടോ പേസ്റ്റ് ആക്കി എടുത്തത്, സെപ്പറേറ്റ് ആയിട്ടല്ല. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. നമുക്കിതിലേക്ക് ചപ്പ്, പുതിന ഇല ചെറുതാക്കി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കട്ടോ. നമുക്കിതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കട്ടോ. ഈ കുടുക്ക അടുപ്പത്തു നിന്ന് മാറ്റി വെച്ചേക്കാൻ കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യട്ടോ. അതിന് വേണ്ടിയിട്ട് പെരുംജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഒരു മല്ലിപ്പൊടി 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്കിതിലേക്ക് ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. ഇതിലേക്ക് ചെറുനാരങ്ങ നീര് ഇട്ടിച്ചു കൊടുക്കണം.
പിന്നെ തൈരും കുറച്ചിട്ടോ, കുറച്ച് തൈര് ഇട്ടിച്ചാൽ മതി, അല്ലെങ്കിൽ വെള്ളം ഉണ്ടാവും കേട്ടോ മസാലയിൽ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ, അത് ഇട്ട് കൊടുക്കട്ടോ അതിക്ക്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ഫ്രൈ ആവുമൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ നെയ്ച്ചോറൊക്കെ അപ്പോഴത്തേനാണ് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല സെറ്റായി കിട്ടിക്കണ നെയ്ച്ചോറ്. ചിലവിടത്ത് തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് കേട്ടോ ബിരിയാണി വെക്കല്. നമുക്ക് വാഴൻ്റെ ഇല വെച്ചെടുക്കട്ടോ. നമ്മൾ ചോറുക്ക് ആ മസാലൻ്റെ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാഴൻ്റെ ഇല വെക്കണത്. നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഈ റൈസിന് ഭയങ്കര സ്മെല്ലാണ്ട്. ഒരു ലീഫ് ഉണ്ട് ഇവിടെ, ഞാൻ കാണിച്ചു തരാൻ മറന്നതാണ്. ആ ലീഫ് ഇട്ടാൽ തന്നെ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. പേരെന്താന്ന് എനിക്കറിയൂല. നമ്മൾ ചോറൊക്കെ ഇതിന് മേലെ ഇട്ടെടുക്കട്ടോ. നന്നായിട്ട് ദമ്മിടണേ. ചോറൊക്കെ ഇട്ട് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ദമ്മാക്കി വെച്ചിട്ട് അടച്ചു വെക്കട്ടോ. ദമ്മിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഒരു വെള്ളത്തിൻ്റെ കുടുക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെക്കണേ. നമ്മളെ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ ഇതിൽ മസാല സെപ്പറേറ്റ് ചെയ്ത് എടുക്കണത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ചിലവർ മിക്സ് ചെയ്തിട്ട് എടുക്കണവരും ഉണ്ട്, ഞങ്ങളിവിടെ സെപ്പറേറ്റ് ചെയ്താണ് കേട്ടോ എടുക്കൽ. നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ.